ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോക്ക്. എന്തായാലും ഓണമൊക്കെ വരെയല്ലേ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഈ ഒരു സീന് ഏത് സിനിമയിലത്തെയാണ് എന്നൊന്ന് കമന്റ് ചെയ്ത് വെക്കണേ. ശരിയായിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ഞാൻ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ ഓണ സമ്മാനം അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോ ഒരു ഗെയിം നോക്കല്ലേ. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള ലോക്ക്ഡ് എന്ന ഒരു കിടിലൻ സിനിമയാണ്. നിങ്ങളിങ്ങനെ ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് ഒരു ലക്ഷറി കാർ കാണാണെന്ന് വിചാരിക്കുക. ആ ഒരു കാറിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ കയറിയ സമയത്താണ് കളി മാറുന്നത്. ഇപ്പൊ എല്ലാ ഡോറും തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാറിനുള്ളിൽ ട്രാപ്പ് ആവാണ്. ഈ ഒരു കൺസെപ്റ്റിലാണ് ലോക്ക്ഡ് എന്ന സിനിമ എടുത്തിട്ടുള്ളത്. അവൻ എന്തിനാണ് ഈ ഒരു കാറിനുള്ളിലേക്ക് കയറിയത്? അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയോ ഇല്ലയോ? ആരാണ് ഇവനിങ്ങനെ ലോക്ക് ആക്കിയത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. കേടായി പോയിട്ടുള്ള അവന്റെ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഹീറോ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു $375 അവിടുത്തെ മെക്കാനിക്കിന് കൊടുക്കുന്നുണ്ട്. ഇതെന്താ 375? ഇതുവരെ നന്നാക്കിയതിന് ഏകദേശം $485 ആയിട്ടുണ്ട്. ഇത്രയും പൈസയൊന്നും പോരാ. വാൻ ഇല്ലാത്തതുകൊണ്ട് ജോലിക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇത്തിരി കഷ്ടത്തിലാണ്. ഞാനിപ്പോ നിനക്ക് തന്നിട്ടുള്ള ഈ ഒരു പൈസ ഇല്ലേ, അത് ഞാൻ വീടിന്റെ വാടക കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പൈസയാണ്. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച മുഴുവൻ പൈസ ഞാൻ തരാന്ന് പറയാണ്. ഓഹോ, അടുത്ത വെള്ളിയാഴ്ച അല്ലേ? എന്നാ നീ പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച പോരെ എന്നിങ്ങനെ പറയാണ്. ഇതേ സമയത്ത് തന്നെ അവന്റെ വൈഫ് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തവടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവൾ ഫയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? നീയല്ലേ ഇന്ന് മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടത്? അവളവിടെ നിനക്ക് വേണ്ടിയിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യുന്ന അറിയോ? ഇപ്പൊ ഹീറോ പറയാണ്, ഞാൻ എന്റെ വാൻ ശരിയാക്കാനായിട്ട് മെക്കാനിക്കൽ ഷോപ്പിലേക്ക് വന്നതാണ്. ആ ഒരു കാര്യം വിട്ടുപോയി. കുറച്ച് ഉത്തരവാദിത്തോടെ നിനക്ക് പെരുമാറിക്കൂടെ? ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തത്. ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് നടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ ഫോൺ കട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തോണ്ടായിരുന്നില്ല. അവരിപ്പോ നേരെ മെക്കാനിക്കിന്റെ അടുത്തേക്ക് വരികയാണ്. നീ എന്തായാലും ഇത്രയും പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നതല്ലേ, കുറച്ചെങ്കിലും ഡിസ്കൗണ്ട് താടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ മെക്കാനിക്ക് അവനോട് ചൂടാവാണ്. നീ അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ കുറച്ച് പൈസയാണ് കൊണ്ടുതരുന്നത്. അതിൽ ഞാൻ ഇനി നിനക്ക് ഡിസ്കൗണ്ട് കൂടി തരണോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ചൂടാവാണ്. ഓക്കെ നീ ചൂടാവണ്ട, ഞാനിപ്പോ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാൻ നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ അവൻ കാണുന്നുണ്ട്. ഇപ്പൊ അവൻ പറയാണ്, ഇതേപോലത്തെ ഒരു സൈക്കിളാണ് ഞാൻ എന്റെ മോൾക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചത്. ഇതിനിപ്പോ എത്ര ഡോളർ വരും? ഇത് കേട്ടുകഴിഞ്ഞപ്പോ മെക്കാനിക്ക് അവൻ ഒരുമാതിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനൊരു $75 ആവും. എന്താ അതിന്റെ പൈസ ഉണ്ടോ? വേഗം സ്ഥലം കാലൊക്കെ നോക്കുമോനെ എന്നിങ്ങനെ പറയാണ്. അവനിപ്പോ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മെക്കാനിക്കിന്റെ പേഴ്സ് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാണ്. അവൻ എങ്ങനെയാണ് അത് അടിച്ചു മാറ്റുന്നത് നോക്കിക്കോ. ഹീറോ നേരെ മെക്കാനിക്കിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വേണമെന്ന് വെച്ചിട്ട് തന്നെ അവന്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് മെക്കാനിക്ക് അവന്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പില് നൈസായിട്ട് അവൻ പേഴ്സ് അടിച്ചു മാറ്റുന്നുണ്ട്. പേഴ്സ് കൈ കിട്ടിയ സമയത്ത് തന്നെ അവൻ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് സോൾവ് ആക്കുന്നുണ്ട്. ഇപ്പൊ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. മെക്കാനിക്കിന്റെ പേഴ്സിൽ നിന്നും പൈസ എടുത്തിട്ട് അത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പത്തൊട്ടിയിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ആ ഒരു സ്ട്രീറ്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ അവരിങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഫോണ്, പേഴ്സ്, അതുപോലെ തന്നെ ആൾക്കാർ പൈസ അങ്ങോട്ട് കൂടെ കൊടുക്കില്ലേ, ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അടിച്ചു വന്നിരുന്ന് അവനിപ്പോ പ്ലാൻ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അവസ്ഥ അതായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ ഒരു പൈസ വെച്ച് അവന്റെ വാൻ ശരിയാക്കണം. അതിനുശേഷം അവൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഡെലിവറി ജോബ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. എന്തോ നല്ല സമയദോഷം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവൻ വിചാരിച്ചതുപോലെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കുകയാണ്. പകുതി പേരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ചില ആൾക്കാർ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് അവർ നിൽക്കാതെ കോള് കട്ട് ചെയ്യാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഹീറോ ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ അവൻ അവന്റെ മോളെ വിളിക്കുകയാണ്. മോളും ഫോൺ എടുത്ത വഴിക്ക് അവൻ കൂട്ടാൻ വരാത്തതുകൊണ്ട് ആ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മോൾ എന്നോട് പിണങ്ങൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അച്ഛൻ മോളെ വന്ന് കണ്ടോളാന്ന് പറയാണ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു ലക്ഷറി കാറ് നമ്മുടെ ഹീറോ കാണാണ്. ഈ ഒരു കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം ഏതൊരു റിച്ച് ആയിട്ടുള്ള ആളുടെ കാറാണത്. തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള സാധനം ഉണ്ടാവാണ്ടിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വിറ്റിട്ട് എന്റെ കടവും കാര്യങ്ങളൊക്കെ തീർക്കാം. അതുപോലെ തന്നെ ആ ഒരു വാനും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്നൊക്കെ അവനിപ്പോ പ്ലാൻ ചെയ്യാണ്. അവനിപ്പോ മെല്ലെ ഫ്രണ്ടിലത്തെ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അത് ഓപ്പൺ ആയി കിടക്കായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഹീറോ ഇപ്പൊ ഒരുപാട് സന്തോഷത്തില് കാറിന്റെ ഉള്ളിലേക്ക് കയറാണ്. തീർച്ചയായിട്ടും ഇന്ന് എന്തെങ്കിലും കാര്യമായിട്ട് അടിച്ചു മാറ്റാൻ പറ്റുന്നൊക്കെ ആശാൻ വിചാരിക്കുന്നുണ്ട്. കാറിന്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് അവനിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ അകത്ത് വെറും ഒരു സൺഗ്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്താണ് ചെറുതായിട്ട് പണി പാളിയിട്ടുള്ളത് നമ്മുടെ ആശാന് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിപ്പോ ഫ്രണ്ട് ഡോർ തുറക്കാൻ നോക്കുന്ന സമയത്ത് അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. അത് ലോക്ക് ആയിട്ടുണ്ട്. ശരി, ബാക്ക് ഡോറെങ്കിലും തുറക്കാന്ന് വിചാരിച്ചിട്ട് അവൻ ബാക്കിലത്തെ ഡോറും തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതും തുറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി കാർ ഓഫായി കിടക്കുന്നുണ്ടായിരിക്കും ഡോർ തുറക്കാനായിട്ട് പറ്റാത്തത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവനിപ്പോ കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ അപ്പോഴും ആ ഒരു ഡോർ അവന് തുറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാതെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു പിടുത്തമില്ല. ഇപ്പൊ ഡോർ തുറക്കാനായിട്ട് അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. ഇനിയിപ്പോ അവൻ കണ്ടിട്ട് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ ആ ഒരു സീറ്റിൽ അങ്ങനെ കിടക്കുകയാണ്. അയാൾ പോയ ഉടനെ തന്നെ അവൻ ചാടി എണീറ്റിട്ട് ആ ഒരു ഗ്ലാസ് ഒക്കെ തല്ലി പൊളിച്ചിട്ട് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കാനായിട്ട്. എന്നാൽ ഗ്ലാസ് ആണെങ്കിൽ ഇവൻ വിചാരിച്ചതിനെക്കാട്ടിലും അപ്പുറം സ്ട്രോങ് ആയിരുന്നു. ഇതേ സമയത്ത് തന്നെ കാറിലേക്ക് ആൻസർ മീന്ന് പറഞ്ഞിട്ടൊരു കോള് വരികയാണ്. ഈ ഒരു കാര്യം ഇവനും അറിയുന്നുണ്ട്. എന്നാൽ കോൾ
എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പെടൂലേ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാനുള്ള വഴിയാണ് അവനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറയിൽ ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ആരോ ഒരാൾ മോണിറ്റർ ചെയ്യുന്നത് നമ്മളിപ്പോ കാണിക്കുന്നുണ്ട്. വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ടൂൾ ബോക്സ് നമ്മുടെ ഹീറോ കാണാണ്. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ലിവർ എടുത്തിട്ട് അവനിപ്പോ ആ ഒരു ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഗ്ലാസ് പോലും അവൻ അടിച്ചിട്ട് പൊട്ടുന്നുണ്ടായിരുന്നില്ല. വണ്ടിയുടെ സൈഡിലായിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോറ് അതൊക്കെ കുത്തിപ്പൊളിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ശ്രമത്തിന്റെ ഇടയിൽ അവന്റെ കൈ നല്ല രീതിയിൽ തന്നെ മുറിയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കോള് റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൻ ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാതെ ഡോറ് പൊളിക്കാനായിട്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ബലമൊന്നും ഉണ്ടാവുന്നില്ല. അവന്റെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കാന്ന് നമ്മുടെ ഹീറോ വിചാരിക്കുകയാണ്. എന്നാൽ ഇവൻ ഈ ഒരു കാറിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ സിഗ്നൽ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻസർ മീ എന്ന് പറഞ്ഞ ആ ഒരു കോള് വീണ്ടും റിപ്പീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ സമയത്തിന് ശേഷം ആ ഒരു കോൾ എടുക്കാൻ തന്നെ നമ്മുടെ ഹീറോ തീരുമാനിക്കുകയാണ്. വില്യം എന്ന പേരുള്ള ഒരാളായിരുന്നു അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. താൻ ആരാണ്, എന്തിനെ കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോ വില്യം ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആരാന്നോ, എന്റെ കാറിൽ വന്ന് കയറിയിട്ട് ഞാൻ ആരാണെന്നോ, നീ ആരാണെങ്കിൽ എനിക്കെന്നടാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വില്യമിനെ കണക്കിന് തെറി പറയാണ്. മര്യാദയ്ക്ക് ഈ ഒരു കാർ തുറന്നിട്ട് എന്നെ പുറത്തേക്ക് വിട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ വില്യം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവനിപ്പോ ഭയങ്കരമായിട്ട് തെറി വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൻ ഇരിക്കുന്ന ആ ഒരു കാറിന്റെ സീറ്റില് വില്യം ഷോക്ക് കൊടുക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാടി എണീക്കുന്നുണ്ട്. ഇപ്പൊ വില്യം പറയാണ്, ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും നീ കൃത്യമായിട്ട് കേട്ടിട്ടില്ലല്ലോ. നിനക്ക് വായി തോന്നിയതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നിന്നെ ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, ഷോക്ക് അടിച്ച സമയത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കാനായിട്ട് നീ തയ്യാറായത്. നീ ആരാണ്, നിനക്ക് എന്താ വേണ്ടത്, എന്നെ ഈ ഒരു കാറിന് തുറന്നു വിട് എന്നൊക്കെ നമ്മുടെ ഹീറോ ഇപ്പൊ പറയാണ്. അതൊന്നുമില്ല, ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ എന്റെ കാറിൽ മോഷ്ടിക്കാനായിട്ട് ഇതുപോലെ ഒരു 6 പേര് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ മുഴുവനും എന്റെ കാർ നശിപ്പിച്ചിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഇതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ എന്റെ കാർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ട്രാപ്പിന്റെ ഉള്ളിലേക്കാണ് നീ വന്ന് വീണ്ടുള്ളത്. നീ പറയുന്ന ഒരു കാര്യം ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെങ്കിലും ആ ഒരു കാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് വീണ്ടും ശ്രമിക്കുകയാണ്. ഇപ്പൊ അവനെ ടെൻഷനായിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ഗൺ എടുത്തിട്ട് ഈ ഒരു കാറിന്റെ ചില്ലിലേക്ക് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ കാറിന്റെ ചില്ല് ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് ഇപ്പൊ റിട്ടേൺ വന്നിട്ട് അവന്റെ കാലിൽ അടിക്കുകയാണ്. ഇപ്പൊ നല്ല രീതിയിൽ അവന്റെ കാലിൽ നിന്ന് ബ്ലീഡ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ക്യാമറ വഴി വില്യമും കാണാണ്. നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. എന്തിനാണ് ഇങ്ങനെ എടുത്തിയാടി ഓരോന്ന് ചെയ്യുന്നത്? ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചെന്നുള്ളത്. ഈ ഒരു സമയത്ത് കാറിന്റെ പുറത്തു കൂടി ഒരു ലേഡി അങ്ങനെ നടന്നു പോകുന്നത് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചു പോവാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ കാറിന്റെ ഉള്ളിൽ ഞാൻ പെട്ടുപോയി, എങ്ങനെയെങ്കിലും ഒന്നൊന്ന് രക്ഷിക്കേ എന്നൊക്കെ പറഞ്ഞ് അവൻ അലറി കരഞ്ഞു നോക്കുന്നുണ്ട്. ഇവൻ പറയുന്നത് കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല, അവൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കാറിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയും ഡോറിന്റെ മുകളിൽ തട്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ആരെങ്കിലും ഉള്ളിലിരിക്കുന്നുണ്ടെന്ന് പോലും ആ ഒരു പെണ്ണിനെ അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു കാറ് സൗണ്ട് പ്രൂഫ് ആയിരുന്നു. കാറിന്റെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ലിപ്സ്റ്റിക് ഇടാനായിരുന്നു അവൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പണി കഴിഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പ്രത്യേകിച്ച് ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവനിപ്പോ വില്യമിനോട് പോലീസിനെ വിളിച്ചോളാനായിട്ട് തന്നെ പറയാണ്. എന്തിനാ വെറുതെ പോലീസുകാരൊക്കെ മെനക്കെടുത്തുന്നത്? അവരൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഈ ഒരു കാര്യം നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഒന്ന് കേക്ക്. നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ മതി, വേറെ ഒരു പ്രശ്നമില്ലാന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എന്റെ കാലിൽ ബുള്ളറ്റ് കയറിയിട്ടുണ്ട്, ഒരുപാട് ബ്ലഡ് പോവാണ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടറിനെയോ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുക എന്നിങ്ങനെ പറയാണ്. നീ പേടിക്കണ്ട, നിന്റെ ഭാഗത്തിന് ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും നിനക്ക് ഉണ്ടാവില്ല എന്ന് പറയാണ്. ഇയാൾ വീണ്ടും ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വില്യം പറയാണ്, നീയാണ് എടുത്ത് ചാടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തത്. ഇവിടെയുള്ള എല്ലാ ഗ്ലാസും തന്നെ ബുള്ളറ്റ് പ്രൂഫ് ആണ്. ഇത് നീ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ എടുത്തുചാട്ടാണ് എല്ലാത്തിനും കാരണം എന്ന് അയാൾ ഇപ്പൊ കുറ്റപ്പെടുത്താണ്. വില്യം വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു കുഴപ്പമില്ലെന്നാണ്. എന്റെ കാലിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പുറത്തേക്ക് പോയിട്ടുണ്ട്, എനിക്കിപ്പോ തല കറങ്ങാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്നൊന്ന് വന്ന് രക്ഷിക്കേ എന്നിങ്ങനെ പറയാണ്. അത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ കേക്ക്, അപ്പോഴേ നിനക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് എനിക്കും കേൾക്കാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവൻ വീണ്ടും വില്യമിനെ തെറി പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വില്യം ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവന് ഷോക്ക് കൊടുക്കുകയാണ്. ഓക്കെ നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ കേൾക്കാം, അത് മതിയോ നിനക്ക്? എന്താണെങ്കിലും പറഞ്ഞു തുറക്കേ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ വില്യം സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്റെ പേര് വില്യം എന്നാണ്, അത് നിനക്ക് ഓൾറെഡി അറിയാമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എന്റെ വൈഫ് റീസെന്റ് ആണ് മരിച്ചുപോയത്. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അമേരിക്കയിലേക്ക് വന്നത്. അങ്ങനെ ഭയങ്കര ലാഗ് അടിപ്പിച്ചിട്ട് തന്നെ പരസ്പരം ബന്ധമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ അയാളിപ്പോ പറയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോയിന്റെ ബോധം പോവാണ്. രാത്രി ആയപ്പോഴാണ് നമ്മുടെ ഹീറോ വീണ്ടും എണീക്കുന്നത്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. കാരണം അവന്റെ കാലിലുണ്ടായിരുന്ന ബുള്ളറ്റൊക്കെ ആരോ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മരുന്നൊക്കെ വെച്ചിട്ട് വൃത്തിക്ക് അത് കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേ സമയത്ത് പുറത്ത് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അവൻ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദാഹിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വേഗം അവൻ കൊണ്ടുവന്നിട്ടുള്ള ബാഗ് തുറന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ആ കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. അവനിപ്പോ ഭയങ്കരമായിട്ട് വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. ബാഗിൽ എന്തെങ്കിലും ഉണ്ടോന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ ബാഗൊക്കെ തപ്പി നോക്കുകയാണ്. അതിന്റെ അകത്ത് എന്തോ ഒരു സ്നാക്സ് ഉണ്ടായിരുന്നു, അതും ഇപ്പൊ അവൻ കഴിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവൻ ഇപ്പോഴും ആ ഒരു കാറിനുള്ളിൽ തന്നെയാണുള്ളത്. വീണ്ടും വില്യം കോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോൺ
ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തണം എന്നുള്ളത്. എന്താ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗിൽ വേണ്ടത്? ഇന്നലെ പറഞ്ഞത് മൊത്തം ഞാൻ കേട്ടതല്ലേ. ഇന്നലെ ഞാൻ കഥ മുഴുവൻ പറഞ്ഞു, പക്ഷെ അതിന്റെ ഉള്ളിൽ നീ മയങ്ങി പോയിട്ടില്ലേ. അതുകൊണ്ട് മൊത്തം കഥ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ വീണ്ടും ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് അയാൾ കഥ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു മോളുണ്ടായിരുന്നു. ഞാനും എന്റെ വൈഫും മോളും കൂടിയിട്ട് സന്തോഷമായിട്ട് ചെറിയൊരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വീക്കെൻഡിൽ പുറത്തെല്ലാം പോകും, നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. അതുപോലെ മാളിലൊക്കെ പോയിട്ട് ഒരുപാട് ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കും. അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൈക്കോ പോലെ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നത്? എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ വില്യമിനെ വീണ്ടും ചീത്ത പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വില്യമിന് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ വീണ്ടും ഷോക്ക് കൊടുക്കുകയാണ്. ഷോക്ക് കൊടുക്കുക മാത്രമല്ല, ഞാൻ എത്ര സീരിയസ് ആണെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലോ, അത് നിനക്ക് മനസ്സിലാക്കി തരാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ഫുൾ ഓളിയത്തില് ആ ഒരു കാറിൽ പാട്ട് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല AC ഫുള്ളാക്കി ഓണാക്കി വെക്കുകയാണ്. തുടക്കത്തിലൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരുപാട് സമയം കഴിയുന്തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിൽ ആ ഒരു പാട്ട് അത് അവന് തീരെ സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു കാറിൽ AC ഇട്ട് അതുപോലെ തന്നെ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടാണ് അവൻ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ തണുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവന്റെ മൈൻഡ് സെറ്റ് ഒക്കെ ആകെ മാറി വരികയാണ്. കാറിന്റെ ഉള്ളിലുണ്ടായിരുന്ന കാർപ്പറ്റൊക്കെ വലിച്ചു പതച്ചിട്ട് അവനിപ്പോ അവിടെ ഇങ്ങനെ കിടക്കാണ്. നമ്മൾ ഈ ഒരു തണുത്ത പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വായിൽ നിന്നും ഇങ്ങനെ നീരാവി വരില്ലേ, അത്രയും തന്നെ തണുപ്പായിരുന്നു ആ ഒരു കാറിന്റെ ഉള്ളില്. വില്യം ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ വേഗം പോയിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ്. എന്നാൽ വില്യം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രാവശ്യം നമ്മുടെ ഹീറോ ആയിരുന്നു സംസാരിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞത് വളരെ മോശമായി പോയി, ഞാൻ ഇനി അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറയാണ്. ഇവന് ഈ ഒരു കാര്യം പറഞ്ഞ അതേ സമയത്ത് തന്നെ AC അതുപോലെ തന്നെ ആ ഒരു സോങ് ഓഫ് ആവാണ്. ഇവൻ ഈ കാറിന്റെ ഉള്ളിൽ പെട്ടിട്ട് ഏകദേശം 1.5 ദിവസം ആവാണ്. ഇപ്പൊ അവന് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ സ്വന്തം യൂറിൻ ഒരു ബോട്ടിലിൽ പിടിച്ചിട്ട് അതിപ്പോ കുടിക്കുകയാണ്. ആ ഒരു വിശ്വാസം വിടാതെ വീണ്ടും ആ ഒരു കാറ് അടിച്ചു പൊളിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അതിനു വേണ്ടിയിട്ട് അവനിങ്ങനെ കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുന്നില്ല. ആ ഒരു കാർ ഉണ്ടാക്കിയത് തന്നെ ഭയങ്കര ഒരു കവചം മാതിരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചിട്ട് ആർക്കും പുറത്ത് വരാനായി പറ്റില്ല. അങ്ങനെ കുറെയൊക്കെ പരിശ്രമിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ബലം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനൊരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് വില്യം വീണ്ടും വിളിക്കുകയാണ്. നിന്റെ മുഖമൊക്കെ കാണാനായിട്ട് എന്തോ മാതിരി ഉണ്ടല്ലോ. കാരണം എനിക്ക് മനസ്സിലായി 2-3 ദിവസമായില്ലേ നീ ഭക്ഷണം കഴിച്ചിട്ട്. എന്തായാലും ഫാസ്റ്റിംഗിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇയാൾ ഈ വർത്തമാനം പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. എന്നാലും അവൻ അവിടെ കടിച്ചു പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇയാളിപ്പോ ഓരോരോ കാര്യങ്ങളൊക്കെ വീണ്ടും അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും കറുത്ത സൂട്ട് കിട്ടിയിട്ട് ആരോ ഒരാൾ ഇവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വില്യം ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലായെന്നൊന്നും അവൻ വില്യമിനോട് പറയുന്നില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ ഇവിടെ കിടന്ന് ചാവണം, അതല്ലേ നിനക്ക് വേണ്ടത്? ഞാൻ അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിലും എന്റെ ബോഡി അത് നിനക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഈ ഒരു ഭാഗത്ത് ഒരുപാട് ക്യാമറകളുണ്ട്. അതിലൊന്നും പെടാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയാണ്. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? അതൊക്കെ ആലോചിച്ചിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ഒരുപക്ഷെ നീ ഇവിടെ കിടന്ന് ചത്താലും നിന്നെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും ആരുമില്ലല്ലോ. വില്യമിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നൈസായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചൂയിങ്കം അത് ക്യാമറയുടെ മുകളിൽ ഒട്ടിക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും വില്യം ഈ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവനത് ചെയ്യുന്നതിന് മുന്നേ വില്യം അവന് ഷോക്ക് കൊടുക്കുകയാണ്. വില്യം, നീ ചെയ്യുന്നത് ഒരുപാട് വലിയ തെറ്റാണ്. ഒരാളെ ഇങ്ങനെ അടച്ചു വെക്കുക, അയാളെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കുക, ഇതിന് നിനക്ക് എത്ര വലിയ ശിക്ഷയാണ് കിട്ടാനായിട്ട് പോകുന്നതെന്ന് നിനക്കറിയോ എന്നിങ്ങനെ പറയാണ്. നിയമത്തിനെ പറ്റിയും ശിക്ഷയെ പറ്റിയൊക്കെ നീയാണോ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ എന്തിനാ ഗണ്ണ്? നീ എന്തിനാ അത് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ചുറ്റി നടക്കുന്നത്? ഗണ്ണ് എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഗണ്ണ് എന്റെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആരെയും ഇതുവരെ അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, ആരെയും കൊല ചെയ്തിട്ടില്ല. പക്ഷേ നീ ഇപ്പൊ എന്നോട് ചെയ്തോണ്ടിരിക്കുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. നീ എന്നെ തുറന്നു വിട്, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ മാത്രമാണോ മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും മരിച്ചുകൊണ്ടിരിക്കടാ. എന്താന്ന് വെച്ചാല് എനിക്കും ക്യാൻസർ ഉണ്ട്. ഒരു 4 മാസോ കൂടിപ്പോയാല് 5 മാസോ ഞാൻ എപ്പോ വേണമെങ്കിലും മരിച്ചു പോവാം. ഇപ്പൊ ഹീറോ പറയാണ്, നിന്നെ പറ്റി വിചാരിക്കുന്ന സമയത്ത് എനിക്കും ഒരുപാട് വിഷമമൊക്കെ ഉണ്ട്. എന്ത് വിഷമം ഉണ്ടെന്നോ? നിന്റെ സഹതാപമൊന്നും എനിക്ക് ആവശ്യമില്ല, നീതി അത് മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളൂ. നിനക്ക് നീതി വേണോ? അങ്ങനെയാണെങ്കിൽ നീ പോലീസിനെ വിളിക്ക്. ഞാൻ അവരുടെ അടുത്ത് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് സമ്മതിക്കാം. അങ്ങനെ ചെയ്താൽ നിനക്ക് സമാധാനാവില്ലേ? എന്ത് പോലീസ്, കോടതി, നിയമം ഇതെല്ലാം എനിക്ക് ജസ്റ്റിസ് തരുന്നതാണെന്ന് വിചാരിക്കുന്നത്? അവരെല്ലാരും തന്നെ ഓരോരോ ആൾക്കാരുടെ കീഴിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിന്നെ ജയിലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? കൃത്യസമയത്തിന് ഭക്ഷണം, സുഖമില്ലെങ്കിൽ ഡോക്ടർമാര്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണല്ലേ. ഇതിനൊക്കെയാണോ ശിക്ഷ എന്ന് പറയുന്നത്? ശിക്ഷ എന്ന് പറയുന്നത് പോലീസോ കോർട്ടോ ഒന്നും തരുന്നതല്ല. അതുകൊണ്ട് ഞാൻ എന്റെ സ്റ്റൈലിൽ നിനക്ക് ശിക്ഷ തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്ത് ശിക്ഷയാണ് നീ എനിക്ക് തരാനായിട്ട് പോകുന്നത്? ചില നാടുകളിൽ മോഷണം നടത്തിയാൽ അവരുടെ കൈവെട്ടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്ന. മോഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചിട്ട് ജയിലിലിടും, അതിന്റെ അപ്പുറത്തൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്നാ കൈവെട്ടണ്ട, ഒരു 4 പേരിൽ വെട്ടിയാലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയാണ്. എന്നാ നീ നിന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും അതുപോലെ തന്നെ നിന്റെ ഫുൾ നെയിമും പറ. അത് വെച്ചിട്ട് നീ ഇതിനു മുന്നേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. ഇതിനു മുന്നേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ റിലീസ് ചെയ്യാം. അതല്ല ഇതിനു മുന്നേയും നീ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് നിന്റെ 4 വിരലുകളും വെട്ടിയെടുക്കും. അതിനുശേഷം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാം എന്നിങ്ങനെ പറയാടാ. അതൊന്നും വേണ്ട, ഇതിനൊക്കെ എങ്ങനെ ജസ്റ്റിസ് എന്ന് പറയാ? പിന്നെ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് വലിയ ആളാവെന്ന് വിചാരിച്ചിട്ടാണോ നീ വന്നത്? അതെന്താ നല്ല കാര്യമാണോ? ഇപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, ഞാൻ അതിന് മാത്രം വലിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാനിങ്ങനെ മോഷ്ടിച്ചിട്ട്
പഠിച്ചിട്ട് അംബാനിയാവാൻ പോകുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്റെ സിറ്റുവേഷൻ അതായി പോയി. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഒപ്പിച്ചിട്ട് എന്റെ വാൻ നന്നാക്കണം. അതുപോലെ തന്നെ എന്റെ മോൾക്ക് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇത്രയും വലിയ തെറ്റാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ എന്നെ കാറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് നീ. എന്താണെന്നറിയോ, നിനക്ക് പൈസ കയ്യിലുള്ള എന്റെ പ്രാന്താണ്. നീ തന്നെ ആലോചിച്ച് നോക്ക്, ഈ ഒരു കാറിന്റെ ഉള്ളിൽ എന്നെ ട്രാപ്പ് ചെയ്യുന്നതിന് നീ എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ട്. അവരൊറ്റ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. ഇതെല്ലാം നിന്റെ പണത്തിന്റെ നെഗളിപ്പാണെന്നുള്ളത്. പാവപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പുച്ഛാണല്ലേ. അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വില്യത്തിനെ ഇപ്പൊ അവൻ വീണ്ടും ചീത്ത വിളിക്കുകയാണ്. ഇവനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിഞ്ഞപ്പോ വില്യത്തിന് നല്ല രീതിയിലുള്ള ദേഷ്യം വരുന്നുണ്ട്. ഇതിന് മുകളിൽ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യാണ്. എന്നാൽ കോള് കട്ട് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ പഴയ പോലെ തന്നെ അവൻ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം AC ഓൺ ആക്കുന്നതിന് പകരം ഫുൾ ടെമ്പറേച്ചറിൽ ആ ഒരു ഹീറ്റർ ഓൺ ആക്കി വെക്കുകയാണ്. അവൻ ഈ വണ്ടിന്റെ ഉള്ളിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അത് മാത്രമല്ല അവന് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ നേരത്തെ പിടിച്ചു വെച്ചിട്ടുള്ള യൂറിൻ കുടിക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പൊ ബാഡ് സ്മെല്ല് വരാണ്. അടുത്തേക്ക് കൊണ്ടുവരാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും വില്യം വിളിക്കുകയാണ്. നിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നുണ്ട്. വെറുതെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു കാറിന്റെ ഉള്ളിൽ വന്ന് പെട്ടൂലേ. ഇത് കേട്ടിഞ്ഞപ്പോ ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. നീ വെറുതെ ഡ്രാമ കളിക്കില്ലേ, ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടന്ന് ചാവണം, അതല്ലേ നിനക്ക് വേണ്ടത്? നിന്നെ കൊല്ലണമെങ്കിൽ അതിന് മാത്രം കഷ്ടപ്പാടുണ്ടെന്നാണ് നീ വിചാരിച്ചത്. ഞാൻ ഈസി ആയിട്ട് നിന്നെ പുറത്ത് വെച്ച് തന്നെ കൊന്നേനെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാർ വാങ്ങിയിട്ട് ഉള്ളിൽ ഇതുപോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇതേപോലത്തെ ഒരു പ്രോജക്ട് ചെയ്യുന്നത്? നീ അത്ര പെട്ടെന്നൊന്നും ചാവാനായിട്ട് പാടില്ല. ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ഫുൾ നെയിമും പറയും. ഞാനത് പറഞ്ഞു തരില്ല എന്നെ നമ്മുടെ ഹീറോ ഇപ്പൊ പറയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡീലിലെത്താം. നീ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും നിന്റെ പേരും പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ തരാം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഹീറോ ആ ഒരു നമ്പറും അതുപോലെ തന്നെ അവന്റെ ഫുൾ നെയിമും പറയാണ്. വില്യം പറയുന്നുണ്ട്, കാറിന്റെ ഡാഷ്ബോർഡിൽ വെള്ളം വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോന്ന് പറയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ചാടി വീണ്ട് ആ ഒരു വെള്ളം അങ്ങനെ തന്നെ എടുത്ത് കുടിക്കുകയാണ്. ഇവരിങ്ങനെ കുടിക്കുന്ന സമയത്ത് വില്യം ആ ഒരു ടെമ്പറേച്ചർ ഒക്കെ നോർമൽ ആക്കുകയാണ്. എന്നിട്ട് കോള് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഹീറോ ഇപ്പൊ നൈറ്റ് ആയ സമയത്ത് എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങാനായിട്ട് ട്രൈ ചെയ്യാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബാഗ് തുറന്ന് നോക്കുകയാണ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇവൻ എടുത്തിട്ടുള്ള ഒരു 2-3 ലോട്ടറി ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഭാഗം ഇവൻ സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ വെറുതെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ $500 അവൻ അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അവനിപ്പോ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ഇപ്പൊ വില്യമും കോൾ ചെയ്തിട്ട്, എന്താ നീ ഇത്രമാത്രം ചിരിക്കാനായിട്ടുള്ള കാര്യം, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് പറയാണ്. ഒന്നുമില്ല, ഈ ഒരു $500 മാത്രം ഉണ്ടെങ്കിൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നാനെ. എന്റെ വാന് ശരിയാക്കിയിട്ട് വീണ്ടും എനിക്ക് ജോലിക്ക് പോവാം. അതുപോലെ തന്നെ എന്റെ മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കൊടുക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ വില്യമിനോട് ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഈ കാറിന്റെ ഉള്ളിൽ കയറാനായിട്ട് പാടില്ലായിരുന്നു. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. ഇത് കേട്ടിഞ്ഞപ്പോ വില്യം പറയാണ്, നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് നിന്നോട് എന്തോ ഒരു സെന്റിമെന്റ്സ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു സമ്മാനം തരാനായിട്ട് പോവാണ്. കാറിന്റെ ഡാഷ്ബോർഡിൽ ഒരു കുക്കി വെച്ചിട്ടുണ്ട്, അത് എടുത്ത് കഴിച്ചോളാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയും അത് എടുത്ത് കഴിക്കുകയാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിന്റെ ഉള്ളില് അവൻ എന്തോ ഒന്ന് കാണുകയാണ്. ഈ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെ ചില ബട്ടൺസും ഒരു മദർ ബോർഡും നമ്മുടെ ഹീറോ ഇപ്പൊ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൻ വില്യമിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വില്യമിന് അർജന്റ് ആയിട്ടൊരു കോള് വരാണ്. ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് വില്യം കോള് കട്ട് ചെയ്തിട്ട് പോകുന്നത് നമ്മുടെ ഹീറോ ഇപ്പൊ നോട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇവൻ നേരത്തെ കറുത്ത സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അയാള് ഉള്ളിലേക്ക് കയറി പോകുന്നതും ഇവൻ കാണാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും വില്യം. ഇതാണ് പറ്റിയ അവസരം. അവനിപ്പോ ചെക്ക് ചെയ്യാനായിട്ട് ക്യാമറയുടെ മുകളിലേക്ക് നടുവിരൽ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്യം ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിപ്പോ ഒരു ഷോക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അവന് ഷോക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതിനർത്ഥം എന്താ, വില്യം അവിടെ ഇല്ലാന്നല്ലേ. ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് അതൊരു സേഫ്റ്റി സ്വിച്ച് ആയിരുന്നു. ആ ഒരു സ്വിച്ച് അവൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ അവന് പുറത്തിറങ്ങാൻ കഴിയുന്നുള്ളത് അവന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വിച്ച് ഞെക്കാനായിട്ട് അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ അവന് അതിലേക്ക് എത്തി തൊടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഇവൻ നഖമൊക്കെ അതിന്റെ അത് കുടുങ്ങിയിട്ട് ഒടിഞ്ഞു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വില്യം വീണ്ടും കോൾ ചെയ്യാണ്. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്, എന്നെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനൊരു ഷോക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോറിയൊക്കെ പറഞ്ഞിട്ട് വില്യമിനെ കോളാക്കുകയാണ്. ആക്ച്വലി അവൻ അവിടെ എന്താ ചെയ്തോണ്ടിരുന്നെന്നുള്ളത് വില്യത്തിന് തീരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വില്യത്തിനോട് ഇപ്പൊ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് കാല് വെച്ചിട്ട് നൈസായിട്ട് ആ ഒരു സ്വിച്ച് ഓൺ ആക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അവൻ മയങ്ങി കിടക്കുന്ന പോലെ കിടന്നിട്ട് വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പിടിച്ചു വെച്ചിട്ടുള്ള യൂറിൻ വീണ്ടും കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 4-5 ദിവസമായിട്ട് അതങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെൽ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ മൂക്കും പൊത്തി പിടിച്ചിട്ട് അവൻ അത് കുടിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാറിന്റെ പുറത്ത് ലൈറ്റ് അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയും കാണാണ്. അവനിപ്പോ ഈ ഒരു കാർ സ്റ്റാർട്ട് ആക്കാനായിട്ട് പറ്റുന്നുള്ളത് മനസ്സിലാവാണ്. വേഗം ഡ്രൈവർ സീറ്റ് കയറി ഇരുന്നിട്ട് അതിന്റെ പുഷ് ബട്ടൺ അമർത്തി കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാർ സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. അവനിപ്പോ കാറുമായിട്ട് മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കുറച്ചു ദൂരം പോയതിനു ശേഷം ഈ ഒരു കാറിന്റെ കൺട്രോള് മുഴുവനായിട്ട് അവന്റെ കയ്യിൽ നിന്നും പോവാണ്. ഇതേ സമയത്ത് തന്നെ വില്യമും കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് മണ്ടനാണെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടേ, ഒരു റൈഡ് വേണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ നിന്നെ കൂട്ടിയിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് കാർ ഇപ്പൊ വില്യം മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോകുന്നതിന്റെ ഇടയിൽ റോഡിന്റെ സൈഡിൽ കിടന്നുറങ്ങുന്ന കുറച്ച് ആളുകളെ വില്യം നമ്മുടെ ഹീറോയ്ക്ക്
കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ എത്ര പേരാണ് വീടും കുടുംബവും അതുപോലെ തന്നെ ഭക്ഷണം പോലും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. ഇതിനൊക്കെ കാരണം നീതിയും നിയമമൊന്നും അനുസരിക്കാത്ത നിന്നെ പോലുള്ള ആളുകളാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോ പറയാണ്, ഞാനിപ്പോ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ? എന്തിനാണ് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്? അത് മാത്രം ഒന്ന് പറയുന്നു പറയാണ്. നീ എന്തിനാണ് ഇങ്ങനെ തിരക്കാക്കുന്നത്? നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയല്ലേ പോകുന്നത്, നീ ഒന്ന് അടങ്ങ് എന്നിങ്ങനെ പറയാണ്. കുറച്ചു നേരത്തിന് ശേഷം വണ്ടി ഒരു ഇടുങ്ങിയ ഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ രണ്ടാൾക്കാർ ചേർന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നത് ഒരു കാണാണ്. അയാളുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ വില്യമിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കണ്ടോ ഇവർ ചെയ്യുന്നത് തെറ്റല്ലേ, അപ്പോ ഞാൻ ഇവർക്കായിട്ടുള്ള ശിക്ഷ കൊടുക്കണ്ടേ, നീ എന്തായാലും നോക്കിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് വില്യം ആ ഒരു കാറിന്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്. രണ്ട് മോഷ്ടാക്കളുടെ നേരെയും കാർ പാഞ്ഞു വരികയാണ്. അതിലുണ്ടായിരുന്ന ഒരുത്തനെ അപ്പൊ തന്നെ ഇടിച്ച് കൊല്ലുന്നുണ്ട്. രണ്ടാമത്തെ ആള് ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് മുന്നോട്ടേക്ക് ഓടുകയാണ്. വില്യമും കാറ് പുറകെ തന്നെ ഓടിക്കുന്നുണ്ട്. കുറെ നേരം അവൻ ഓടിയതിനു ശേഷം ഒരു ഗേറ്റിന്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. വില്യം ഇപ്പൊ വേഗം വന്നിട്ട് അവൻ ആ ഒരു ഗേറ്റിനോട് ചേർത്തിട്ട് ഇടിച്ച് അവിടെ ഇടുകയാണ്. ഏയ് നീ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത്? ആൾക്കാരെ കൊല്ലുന്നോ? ഇവനെങ്കിലും ഒന്ന് വെറുതെ വിട്, മതി മതി എന്നൊക്കെ അവനിപ്പോ പറഞ്ഞു നോക്കുകയാണ്. ഇപ്പൊ വില്യം പറയാണ്, ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ നമ്മൾ എന്തായാലും കൊടുക്കണ്ടേ, അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇനി അവനൊന്നും ചെയ്യരുതെന്ന് ഇപ്പൊ ഹീറോ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡീലിലെത്താം. അവനിപ്പോ നിലത്ത് വീണ് കിടക്കുന്നില്ലേ, അവൻ അവിടെ നിന്ന് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനൊന്നും ചെയ്യില്ല. അതല്ല അവനവിടെ കിടക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ ഇടിച്ച് കൊല്ലുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ എങ്ങനെയെങ്കിലും എണീക്കുന്നൊക്കെ നിലത്ത് കിടക്കുന്ന ആളോട് വിളിച്ചു പറയുന്നുണ്ട്. കുറെ സമയത്തിന് ശേഷം അവനിപ്പോ മെല്ലെ എണീക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ എണീക്കാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെ വില്യം അവന്റെ മേത്തേക്ക് കാർ ഇടിച്ചു കയറ്റി അവനെ കൊന്നു കളയാണ്. ഇപ്പോ വല്ലാത്തൊരു ചിരി ചിരിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കലിപ്പ് വരികയാണ്. അവനിപ്പോ വില്യത്തിനെ നല്ല രീതിയിൽ തന്നെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് വില്യത്തിന് ദേഷ്യം വരാണ്. അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ ഫുൾ ഓളിയത്തിൽ പാട്ട് വെച്ചിട്ട് കാർ നല്ല സ്പീഡായിട്ട് ആ ഒരു ടൗണിൽ കൂടെ അങ്ങനെ ഓടിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. പേടിച്ച് വരച്ചിട്ട് കാർ നിർത്ത് സ്പീഡ് കുറയ്ക്കുക എന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ വില്യമാവൊന്നും കേൾക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കിംഗ് കോംപ്ലക്സിലേക്ക് കാർ ഓടിച്ച് കയറ്റാണ്. അതിപ്പോ അതിവേഗത്തില് മുകളിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കാർ എത്തിയിട്ടുണ്ട്. അതിവേഗത്തിൽ തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ എഡ്ജിലേക്ക് കാർ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. കാർ നിർത്തുന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നോക്കുകയാണ്. വേഗത ഇപ്പൊ കൂട്ടി കൊണ്ടുവരികയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചു കൂവിയിട്ട് ആ ഒരു കാറിന്റെ സൈഡിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാർ ഇപ്പൊ പോയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ എഡ്ജിലെത്തി അതേ സമയത്ത് തന്നെ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തുകയാണ്. ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ഹീറോയിന്റെ കിളി അങ്ങനെ പാറുന്നുണ്ട്. ഒരു നിമിഷം അവൻ മരിച്ച് ജീവിച്ചേക്കാണിപ്പോ. ആ ഒരു ഡ്രോമയില് അവന്റെ ബോധം പോകുന്നുണ്ട്. പിറ്റേ ദിവസമാണ് അവൻ എണീക്കുന്നത്. വില്യം ഇപ്പൊ വിളിക്കുന്നുണ്ട്. കോൾ എടുത്ത വഴിക്ക് തന്നെ വില്യം പറയാണ്, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നറിയോ, ഞാൻ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നിന്റെ വൈഫിന്റെ പേര് സാറാന്നല്ലേ, ഞാൻ അവളെ കണ്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്, എന്റെ വീട്ടിലേക്ക് പോയെന്നോ? അറിയാത്ത ആൾക്കാരൊന്നും എന്റെ വൈഫ് വീട്ടിലേക്ക് കേറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാ വില്യം പറയുന്നുണ്ട്, നീ വിശ്വസിക്കടാ, ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, നിന്റെ വൈഫിനെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോന്റെ വൈഫ് താമസിക്കുന്ന വീടിന്റെ അഡ്രസ് അടക്കം വില്യം ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇതുപോലെ സിംഗിൾ മദറായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ കമ്പനി ഫണ്ടൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വിസിറ്റിംഗ് കാർഡും അവൾക്ക് കൊടുത്തിട്ടുണ്ട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്റെ കുടുംബത്തിന് മാത്രം തൊട്ട് കളിക്കരുത്, അവർ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്, നീ അവർ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ വില്യം പറയാണ്, നീ എന്റെ കാറ് മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചില്ലേ, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതേപോലെ നിന്റെ വൈഫിനും നിന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നീ എത്ര രൂപയാണ് ലോൺ എടുത്ത് കൂട്ടിയിട്ടുള്ളത്? ആ ഒരു പൈസ മുഴുവനും ഇപ്പൊ ആരാ അടയ്ക്കുന്നത്? ഒരു ഗഡുവെങ്കിലും നീ അടച്ചിട്ടുണ്ട് ഇതുവരെ. എന്നിട്ട് അവളോട് നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്നോ നീ എന്തൊക്കെയാ പറയുന്നത്? അതുമാത്രമല്ല, നീ നല്ലൊരു അച്ഛൻ പോലും അല്ല. നിങ്ങൾ അത് മാത്രം പറയരുത്, ഞാൻ എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നത്. കാറിപ്പോ വന്ന് നിർത്തിയേക്കുന്നത് അവന്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ മുന്നിലാണ്. വില്യം, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേറെ എന്തിനാ, നിന്റെ മോളെ കാണാനായിട്ട്. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാം. ആദ്യം നിങ്ങൾ കാറ് മൂവ് ചെയ്യേ എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ തിരക്കൂട്ടല്ലേ, നിന്റെ മോളെ നോക്ക്, എന്ത് ക്യൂട്ടാണല്ലേ അവളെ കാണാനായിട്ട്. അവളുടെ മേത്തേക്ക് ഞാൻ ഈ ഒരു കാറ് കയറ്റി ഇറക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് എന്റെ മോളെയൊക്കെ വലിച്ചിടുന്നത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയാണ്. ഇപ്പൊ ആ കുട്ടി എങ്ങോട്ടാണോ പോകുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് കാറ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തേടി പിടിച്ച് കൊല്ലുന്നു തന്നെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ വില്യം പറയാണ്, അതൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ, ആദ്യം നമുക്ക് ഈ ഒരു കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് വില്യം ഇപ്പോ കാറ് മുന്നോട്ടേക്ക് തന്നെ എടുക്കുന്നുണ്ട്. ഹീറോ ഇപ്പോ അവന്റെ മകളുടെ പേര് പറഞ്ഞിട്ട് ഉറക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഹാൻഡിൽ പിടിച്ചു വെക്കാനൊക്കെ ആയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവന് കാറ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് തന്നെ കാറിന്റെ വേഗത കൂടുകയാണ്. ആ ഒരു കുട്ടിയുടെ നേരെ കാറ് ചീറി പാഞ്ഞു പോകുന്നുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റിൽ മിസ്സാവുന്നുണ്ട്. എന്നാൽ വീണ്ടും ആ ഒരു കാർ തിരിച്ചിട്ട് കുട്ടിയുടെ പുറകെ തന്നെ വരികയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വേണ്ട നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് ചെയ്യാം, അവളെ മാത്രം ഒന്ന് ചേരുന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അലറി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം വില്ലത്തിന്റെ മൈൻഡ് മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാർ വെട്ടിത്തിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യമൊന്നും നീ കേൾക്കുന്ന എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്കിപ്പോ ഇത് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയാൾ കാറ് വീണ്ടും ആ ഒരു കുട്ടിയുടെ നേരെ ഓടിക്കുകയാണ്. ഇല്ല നീ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കേൾക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനിപ്പോ ഒരു ഗൺ എടുത്തിട്ട് അവന്റെ തലയിലേക്ക് വെക്കുന്നുണ്ട്. നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ മരിക്കാം, പക്ഷെ അവളെ മാത്രം ഒന്ന് ചേരുതെന്ന് പറയാണ്. കാറാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ആ ഒരു കുട്ടിയുടെ നേരെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോ ഇപ്പൊ ആ ഒരു ഗണ്ണ്
ഗണ്ണ് അവന്റെ തലയിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. ഇവൾ ഇടിക്കാനായിട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ ഹീറോ ട്രിഗർ വലിക്കുകയാണ്. എന്നാൽ ഗണ്ണ് ബ്ലാസ്റ്റ് ആവുന്നില്ല. വില്യമാണെന്നുണ്ടെങ്കിൽ വേഗം ആ ഒരു കുട്ടീനെ ഇടിക്കാതെ കാറ് വെട്ടിത്തിരിക്കുകയാണ്. ഇപ്പൊ വില്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു സൈക്കോ ചിരിയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, ഓക്കെ എനിക്ക് നിന്നെ വിശ്വാസമായി. ഇനി എന്തായാലും ഞാൻ കാരണം നിന്റെ വൈഫിനോ കുട്ടിക്കോ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഹീറോന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സംഭവം നടന്നുകൊണ്ട് തന്നെ അവനിപ്പോ ആ ഒരു ഷോക്കിലാണുള്ളത്. കുറച്ചു നേരത്തേക്ക് അവനൊന്നും മിണ്ടുന്നേ ഉണ്ടായിരുന്നില്ല. കാറിപ്പം എല്ലാം മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തും അവന് സമാധാനം കൊടുക്കാതെ പല കാര്യങ്ങളും വില്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും നമ്മുടെ ഹീറോയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൻ ചാടി എണ്ണിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ കടിച്ചു പിടിക്കുകയാണ്. വില്യം എത്ര ഷോക്ക് കൊടുത്താലും അതൊക്കെ സഹിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ചൂയിങ്ങും എല്ലാ ക്യാമറകളിലേക്ക് ഒട്ടിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ടൂൾസ് എടുത്തിട്ട് ക്യാമറകളൊക്കെ ഇപ്പൊ തല്ലി പൊളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ മാത്രമല്ല അവന്റെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു സ്ക്രീൻ അടക്കം അവൻ തല്ലി പൊളിച്ച് കളയാണ്. വില്യം ഇപ്പോ അവന് കണ്ടിന്യൂസ് ആയിട്ട് ഷോക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വേദനയൊക്കെ സഹിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്യാമറയും തന്നെ അവനിപ്പോ തല്ലി പൊളിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ വില്യമിനോട് പറയുന്നുണ്ട്, ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യടാ എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഈ ഒരു സമയത്തും കാറ് നിൽക്കാതെ വീണ്ടും മുന്നിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ അവന്റെ ഫോൺ കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവന്റെ മോൾക്കായിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇതേപോലെ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് നല്ലൊരു അച്ഛനാവാനായിട്ട് പറ്റിയിട്ടില്ല. എനിക്കിപ്പോ നിന്നെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇനി അതിനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് അവൻ ആ ഒരു മെസ്സേജ് അയക്കുകയാണ്. എന്നാൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെസ്സേജ് പോകുന്നുണ്ടായിരുന്നില്ല. കുറെ സമയം അങ്ങനെ ട്രാവൽ ചെയ്ത് പോയതിനു ശേഷം കാറ് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കാറിന്റെ സൈഡിലത്തെ ഗ്ലാസ് മെല്ലെ താന്നു വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവന്റെ കാറ് നിർത്തിയതിന്റെ തൊട്ടടുത്ത് മറ്റൊരു കാറും ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ഇത്രയും നാൾ ഇവനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന വില്യം ഇരിക്കുന്നുണ്ടായിരുന്നു. വില്യമിനെ കണ്ടപ്പോൾ തന്നെ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോ ചാടി വരികയാണ്. എന്നാൽ വീണ്ടും വില്യം ഷോക്ക് കൊടുത്തിട്ട് അവൻ അവിടെ അങ്ങനെ അടക്കി ഇരുത്തുകയാണ്. ഈ എടുത്തുചാട്ടാണ് നിന്റെ പ്രശ്നം. ഞാൻ അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത്, നമുക്ക് അവിടുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് റോപ്പ് വില്യം നമ്മുടെ ഹീറോന്റെ കാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിന്റെ കാലും കൈ കൂടിയിട്ട് കൂട്ടിക്കെട്ട്. അതിനുശേഷം താഴെയുള്ള ആ ഒരു കമ്പിയിലേക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറയാണ്. ഹീറോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കൺഫേം ആക്കിയതിനു ശേഷമാണ് വില്യം അവന്റെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ഹീറോ ഇരിക്കുന്ന ഈ ഒരു കാറിലേക്ക് വരുന്നത്. വില്യം നേരെ നടന്നു വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ജെല്ലി എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കാറിന്റെ ഡാഷിലേക്ക് ഇടുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ അത് മുഴുവനും ഇങ്ങനെ കഴിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വില്യം കാർ എടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പോവല്ലേ എന്നിങ്ങനെ പറയാണ്. ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ വില്യം വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബാഗിൽ ഒരുപാട് ടൂൾസ് കാണുന്നുണ്ട്. ഞാനിപ്പോ നിനക്ക് ശരിയായിട്ടുള്ള ശിക്ഷ തരാനായിട്ട് പോവാണ്. നരകം എന്താന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് വില്യം ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മൾ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. അവൻ വീണ്ടും ഡാഷ്ബോർഡിന്റെ ഉള്ളിലേക്ക് കാലിട്ടിട്ട് ആ ഒരു സേഫ്റ്റി സ്വിച്ച് ഓൺ ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വില്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് അയാളുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വില്യത്തിന് ഇപ്പൊ നല്ല രീതിയിലുള്ള ദേഷ്യം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സഡൻ ബ്രേക്ക് ഇട്ടിട്ട് അവന്റെ മുഖം കൊണ്ടിട്ട് ഡാഷ്ബോർഡിൽ എടുപ്പിക്കും. എന്നാലും നമ്മുടെ ഹീറോ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കാല് വെച്ചിട്ട് ആ ഒരു സ്വിച്ച് ഓൺ ആക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴാണ് വില്യം ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള ആ ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. വില്യത്തിന് ഒരു മകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ, അവളുടെ പേര് എമ എന്നാണ്. ഒരു ദിവസം എമയെ കാറിൽ തനിച്ചാക്കിയിട്ട് വില്യം എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ കാറിൽ ഇതേപോലെ മോഷ്ടിക്കാനായിട്ട് കയറിയിട്ടുള്ള ഒരാള് എമേനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാറിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഇങ്ങനെ മോഷണം നടത്തുന്ന ആൾക്കാരോട് ഇയാൾക്ക് ഇത്ര പകയുള്ളത്. ആ ഒരു പകയാണ് അയാൾ ഇങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലാവാണ്. എന്നാൽ ഇത് കേട്ടതിന് ശേഷം നമ്മുടെ ഹീറോ പറയാണ്, ആരോ ഒരാള് അങ്ങനെ ഒരു കൊല നടത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചീത്ത ആൾക്കാരാണെന്നാണോ അതിന്റെ അർത്ഥം? നീ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വില്യമിന് വീണ്ടും ദേഷ്യം പിടിക്കുകയാണ്. അയാൾ ബ്രേക്കിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട്. നമ്മുടെ ഹീറോന്റെ കാലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു സേഫ്റ്റി സ്വിച്ചിന്റെ മുകളിലാണുള്ളത്. ഇയാളിങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട സമയത്ത് ആ ഒരു സേഫ്റ്റി സ്വിച്ചിലേക്ക് നമ്മുടെ ഹീറോന്റെ കാല് പോയി ചവിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കാറ് മൊത്തത്തിൽ സ്റ്റക്ക് ആവാണ്. അതിന്റെ എഞ്ചിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് തന്നെ ഓഫ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർ ഇപ്പൊ കൺട്രോൾ വിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊക്കയിലേക്ക് മറിയാണ്. ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കും അതുപോലെ തന്നെ വില്യമിനും നല്ല രീതിയിൽ പരിക്ക് പറ്റുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ഹീറോ കോൺഷ്യസ് ആവുന്നുണ്ട്. അവന്റെ കയ്യിലും കാലിലും കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കെട്ടുകളൊക്കെ അവൻ അഴിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയൊക്കെയോ ആ ഒരു കെട്ടുകൾ അഴിച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ വില്യം കണ്ണെടുത്തിട്ട് അവന്റെ തലയിലേക്ക് ചൂണ്ടാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കെട്ടഴിച്ച് മാറ്റിയിട്ട് ഹീറോ ഇപ്പൊ വില്യമിന് തോക്കിലേക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് അത് അവന്റെ തലയിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. അവനെ കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ഹീറോന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറിന്റെ ഉള്ളിലുള്ള ഗ്ലാസുകളൊക്കെ പൊട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അവന്റെ മകളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഫോണിലേക്ക് നെറ്റ്വർക്ക് വന്ന സമയത്ത് ഇവൻ മുന്നേ അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വോയിസ് മെസ്സേജ് ഡെലിവറി ആയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് മകൾ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛാ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഒരു വോയിസ് നോട്ടൊക്കെ അയച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് നോട്ട് അയച്ചത്. ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ ഒന്ന് കാണാട്ടോ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ആ ഒരു കുട്ടിയും പറയുന്നുണ്ട്, ഒരു 2 മണിയാകുമ്പോഴത്തേക്കും അച്ഛൻ എന്നെ പിക്കാനായിട്ട് വരുമോ? എനിക്ക് അച്ഛനെ കാണാനായിട്ട് കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും കാറിന്റെ ഫ്രണ്ട് ഭാഗത്ത് തീ പിടിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആളി പടരാണ്. ഈ ഒരു കാറിന്റെ ഉള്ളിൽ നിന്ന് അവന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എന്നാൽ ഇപ്പൊ വരാന്ന് അവൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് വില്യം കേൾക്കുന്നുണ്ട്. അയാൾ ഇപ്പൊ പറയുന്നുണ്ട്, നീ നല്ലൊരു അച്ഛനാണ്. എന്നാലും നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വില്യം അവിടെ വെച്ച് മരിക്കുകയാണ്. ഹീറോ ഇപ്പൊ പുറകിലത്തെ സീറ്റിലേക്ക് പോകുന്നുണ്ട്. ടൂൾ ബോക്സിൽ ഒരു ലിവർ എടുത്തിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് അവൻ വീണ്ടും അടിച്ചു പൊട്ടിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഗ്യാപ്പ് വഴി അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും കാർ മൊത്തത്തിൽ കത്തുന്നുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ചിട്ട് ഹീറോ ഇപ്പൊ നേരെ ആ ഒരു വർക്ക്ഷോപ്പിലേക്കാണ്
ചെന്നത്. അവിടെ ഇവൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന സൈക്കിള് പൈസ കൊടുത്തിട്ട് അവനിപ്പോ വാങ്ങുകയാണ്. അതിനുശേഷം അവന്റെ മോളെ കൂട്ടാനായിട്ട് അവൻ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ ഒരുപാട് കരയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോടെ കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.